സുപ്രീം കോടതി പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങളാണ് ഇത് വളച്ചൊടിക്കാൻ തുടങ്ങിയത്. ഇത് കേട്ട് പലരും നായകളെ കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിത് പറയുമ്പോഴത്തേക്ക് ആദ്യം പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ വീട്ടിലെ ആരെങ്കിലും നായ ആക്രമിച്ച് കഴിഞ്ഞാൽ നിനക്കതിൻ്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ എന്നല്ലേ ആദ്യം പറയാൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ആദ്യം തന്നെ ചോദിക്കാം. നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയുണ്ട്. ഈ കുട്ടീനെ തനിച്ചാക്കി നിങ്ങൾക്ക് പുറത്ത് വേണം. അടച്ചുറപ്പുള്ളൊരു വീടാണെന്ന് കൂട്ടിക്കോ. ഈ വീട്ടിനുള്ളിൽ കുട്ടീനെ നിർത്തി അതിനുശേഷം നിങ്ങൾ വീട് പുറത്തുനിന്ന് താഴിട്ട് പൂട്ടി, വേണമെങ്കിൽ ഒരു ചങ്ങലേങ്കര വലിച്ച് കെട്ടിയെന്ന് കൂട്ടിക്കും. അപ്പോൾ നിങ്ങൾ പുറത്തോട്ട് പോയാൽ നിങ്ങളുടെ ഉള്ളിലെ ഭയം എന്തായിരിക്കും? ഒരു നായോ പോട്ടെ, സിംഹം, ആന കയറി ആക്രമിക്കുന്നതായിരിക്കുമോ നിങ്ങളുടെ ഉള്ളിലെ ഭയം? അതോ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മോൻ കയറി വന്ന് ആക്രമിക്കുന്നതായിരിക്കുമോ നിങ്ങളുടെ ഭയം? സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഇനി കുട്ടിയുടെ കാര്യം പോട്ടെ, നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണല്ലോ തെരുവ് നായകളെല്ലാം വന്ന് ആക്രമിക്കുന്നത്. പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ വീടിനുള്ളിൽ ഒരു രാത്രി ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉള്ളിലെ ഭയം എന്തായിരിക്കും? ഏതെങ്കിലും പട്ടി കയറി ആക്രമിക്കുന്നതായിരിക്കുമോ അവിടുത്തെ ഭയം? അതോ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മോൻ വന്ന് കയറി നിങ്ങളെ ആക്രമിക്കുമോ എന്നതായിരിക്കുമോ നിങ്ങളുടെ ഭയം? ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യൻ മാത്രം മതി എന്ന് വിചാരിക്കുന്ന ചില മനുഷ്യസ്നേഹികളുണ്ടല്ലോ, കപട മനുഷ്യസ്നേഹികൾ. അവർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിലൊരു ചോദ്യം വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അതായത്, നിനക്കൊരു ആവശ്യം വരുമ്പോഴത്തേക്ക് ഈ മനുഷ്യന്മാർ മാത്രമല്ലേ കാണത്തുള്ളൂ, അല്ലാതെ ഏതെങ്കിലും ഒരു പട്ടി വന്ന് നിന്നെ സഹായിക്കൂടാ എന്നല്ല നിങ്ങൾ ചോദിക്കാൻ വരുന്നത്. എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കൊരു ബ്ലഡിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ പോലും മനുഷ്യനെ ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ലോകത്തുള്ള സകല മനുഷ്യരും നല്ലതാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറ്റകൃത്യങ്ങൾ കാണത്തില്ലല്ലോ. ഒരു പത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നിന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ പേജ് നോക്കി കഴിഞ്ഞാൽ മനുഷ്യനോട് ചെയ്തതിൻ്റെ അത്രയും കുറ്റകൃത്യങ്ങൾ ഒരു പട്ടി ഇവിടെ ചെയ്യുന്നില്ല. വെറും രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരാളെ കൊന്നു, മതത്തിൻ്റെ പേരിൽ ഒരാളെ കൊന്നു, കാമുകൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ തലക്കടിച്ചു കൊന്നു, അത് നേരെ തിരിച്ച്. ഇങ്ങനെയുള്ള വാർത്തകൾ ഒരു 100 എണ്ണം ഉണ്ടെങ്കിൽ പോലും അതിനിടയ്ക്ക് ഒരു നായ കടിച്ച ഒരു വാർത്ത കണ്ടോ, നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. കാരണം മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് സ്വാഭാവികമായി പോയി. മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു നായ കടിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ അസ്വാഭാവികത. ഞാനിതിനെ ന്യായീകരിക്കാനൊന്നും വരുന്നൊന്നുമല്ല. നായകളുടെ കൂട്ടത്തിൽ ഇതുപോലെ കടിക്കുന്ന നായകളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിനെ മാത്രം തിരഞ്ഞു പിടിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ ലോകത്തുള്ള സകല പട്ടീനെ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര മനുഷ്യന്മാർ പരസ്പരം വെട്ടിക്കുത്തിച്ചാകുന്നു. അതുകൊണ്ട് ലോകത്തുള്ള മനുഷ്യന്മാരെ മൊത്തം തലക്കടിച്ച് കൊല്ലണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെ, അല്ലാതെ മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല. ഇനി അതും പോട്ടെ, ഈ ഭൂമിയിൽ നിന്ന് നായകൾ വംശനാശം വന്നെന്ന് കൂട്ടിക്കോ, അതോടെ നിങ്ങൾക്ക് സമാധാനമാവും. അതായത് നമുക്ക് ഏത് സമയത്ത് എപ്പം വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ഇഷ്ടം പോലെ വിഹരിക്കാം. അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുമോ? അതായത് കള്ളവുമില്ല, ചതിയുമില്ല, കൊലപാതകങ്ങളുമില്ല, ഒന്നുമില്ല, സ്വസ്ഥ സമാധാനം. അങ്ങനെ ഒരു ഭൂമി ഇവിടെ വരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആദ്യം മനുഷ്യനോട് ചെയ്യുന്നത് ഒന്ന് നിയന്ത്രിക്കാൻ നോക്ക്. അതിന് ശേഷമല്ലേ ഇതിനെ നായയും പൂച്ചയും ആനയും സിംഹവും കടുവയൊക്കെ. ഒന്നുമല്ലല്ലോ, അതുങ്ങളൊരു മൃഗമാണെന്നെങ്കിലും വിചാരിക്കുക. സ്വബുദ്ധിയുള്ള മനുഷ്യനാണെന്ന് കൂട്ടിക്കണം. എവിടെയോ കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ചുമ്മാ അങ്ങ് അടിച്ചു കൊന്നോളുക. അത്ര ഒന്നും ഏതായാലും ഒരു മൃഗങ്ങളും ചെയ്യുന്നില്ല. ഈ തെരുവ് നായകൾ ശല്യമാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ഇത്രയും നാളായിട്ട് ഈ ഇടതനും വലതനും മാറി ഭരിച്ചിട്ട് എന്തേ ചെയ്യാഞ്ഞത്? അതുങ്ങൾ എന്ത് പഴച്ചു? സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അങ്ങ് കാസർഗോഡ് ഒരു പട്ടി അടിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ പട്ടീനെ ഇവിടെ തല്ലിക്കൊല്ലും. സുപ്രീം കോടതി പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ട് നായകളെ ഇങ്ങനെ തല്ലിക്കൊന്നോണ്ടിരിക്കുക വലിയ കാര്യമായിപ്പോയി. പിന്നെ നായകളല്ലേ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പ്രശ്നക്കാർ. ഇനി നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ നോക്കിയോ, എന്തെല്ലാം തെറിവിളികളും മറ്റുമൊക്കെയാണ്. എന്നാൽ പിന്നെ അവൻ എന്താ പറഞ്ഞത്? അതിനെ വേണമെങ്കിൽ നമുക്ക് വിമർശിക്കാം, ആരോഗ്യപരമായിട്ട് വിമർശിക്കാം. അല്ലാതെ കണ്ട് ഓക്കെ, നീ എന്നെ തെറി വിളിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർ വരെ എതിർ വിളിക്കുന്നത്. ഇതാണ് പറഞ്ഞത്, ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാണ്. ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത മനുഷ്യനെ തട്ടിക്കളയണം എന്നൊക്കെയാണ് അവൻ്റെ മനസ്സിലെ ആഗ്രഹം. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ നായകളൊക്കെ എന്ത്, അതുങ്ങളെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നവും ഇല്ല. അതുങ്ങൾക്ക് 2 പാർലേജി ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്താൽ മതി, നാളെ നിങ്ങളുടെ വീടിന് കാവൽ കിടക്കും. പക്ഷേ ഇതൊന്നും ഒരു മനുഷ്യനോടും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവന് സ്വാർത്ഥത. നമ്മൾ മാത്രം മതി ഭൂമിയിൽ മനുഷ്യൻ മാത്രമായിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. എന്ത് നല്ല നാടായിരിക്കും, നല്ല സൂപ്പറായിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുക 2 രാജ്യങ്ങൾ തമ്മിൽ. എന്തിനാ? എന്ത് കാര്യത്തിനാ? എന്ത് നേടാനാ? ഒന്ന് ആലോചിച്ച് നോക്കി.